ഇന്ത്യ സഖ്യത്തിന്റെയും ഇസ്ലാമിസ്റ്റുകളുടെയും എതിർപ്പ് മറികടന്ന് നാരി ശക്തി വന്ദൻ അധിനിയം ലോക്സഭയിൽ അവതരിപ്പിച്ച കേന്ദ്ര സർക്കാർ 18 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് ശേഷം വനിതാ സംവരണ ഭേദഗതിയിൽ നാളെ വൈകിട്ട് 4 മണിക്ക് വോട്ടെടുപ്പ് നടക്കും. മുസ്ലിം സ്ത്രീകൾക്ക് പ്രത്യേക സംവരണം വേണമെന്ന പ്രതിപക്ഷ ആവശ്യത്തിന് ബിൽ ഭാരതത്തിലെ എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയെന്ന മറുപടി നൽകി കേന്ദ്ര സർക്കാർ. മതപരമായ സംവരണം നൽകാൻ ഭരണഘടനയിൽ വ്യവസ്ഥയില്ലെന്ന് അമിത്ഷാ. ശ്രദ്ധേയമായി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ മൗനം. ദിലീപ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ദിലീപ്, വനിതാ സംവരണ ഭേദഗതി ബിൽ അങ്ങനെ ലോക്സഭയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. 18 മണിക്കൂർ ചർച്ചയ്ക്ക് അനുമതിയും. എന്തെല്ലാമാണ് സഭയിൽ നടന്നത്? വിശദാംശങ്ങൾ. രോഹിണി, ഇപ്പോഴും സഭാ നടപടികൾ പുരോഗമിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അല്പസമയം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭയെ അഭിസംബോധന സംസാരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യമെന്ന് പറയുന്നത് രോഹിണി സൂചിപ്പിച്ചത് തന്നെയാണ്. ഇത്രയും വലിയൊരു അല്ലെങ്കിൽ ചരിത്ര പ്രധാനപ്പെട്ട ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും ഉന്നതനായ ഒരു നേതാവ് മൗനം ആചരിക്കുമ്പോൾ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നത് ഒരു തമാശ രൂപേണ പറയേണ്ടി വരും. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഈ ഒരു മൗനത്തിലുള്ള പ്രധാന കാരണം ഈ വനിതാ സംവരണ ബില്ല് സ്വാഭാവികമായിട്ടും എതിർക്കുമ്പോൾ അത് വ്യക്തമായ റീസൺ കാരണം കാണിക്കേണ്ടി വരും. പക്ഷേ വ്യക്തമായ റീസൺ അല്ലെങ്കിൽ ഒരു കാരണമില്ലാത്തത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു മൗനത്തിലേക്ക് ഇരിക്കുന്നെന്ന അടക്കമുള്ള വിമർശനങ്ങൾ ഇപ്പോൾ തന്നെ ഉയരുന്നുണ്ട്. എന്തായാലും ഈ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് നിയമസഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ വ്യക്തമാക്കിയത് ഇത് വളരെയധികം അഭിമാനത്തോടും അതോടൊപ്പം തന്നെ ചരിത്ര പ്രധാനപ്പെട്ട ഒരു ബില്ലാണ് താൻ അവതരിപ്പിക്കാൻ പോകുന്ന ഒരു സന്തോഷത്തോടെയാണ് അദ്ദേഹം ബില്ല് അവതരിപ്പിക്കുന്നതിന് മുമ്പ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് പ്രതിപക്ഷ ആശങ്കകളാണ്. അതായത് ഏറ്റവും പ്രതിപക്ഷ ആശങ്ക എന്ന് പറയുന്നത് ഈ മണ്ഡല പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അത്തരത്തിലൊരു ആശങ്കകളും വേണ്ട എന്നടക്കമുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഈ ഏകദേശം 18 മണിക്കൂർ എത്ര സമയം വേണമെങ്കിലും ചർച്ച നടത്താൻ താങ്കൾ തയ്യാറാണ് എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയും പക്ഷേ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നടക്കമുള്ള ഒരു വാദമാണ് ആദ്യം മുതൽക്കേ പ്രതിപക്ഷം ഉന്നയിച്ചത്. എന്നിട്ടാണ് അതിനുശേഷമാണ് ഈ ബില്ല് അനുമതി വേണമോ വേണ്ടയോ എന്നടക്കമുള്ള വോട്ടെടുപ്പിലേക്ക് കടക്കുന്നത്. വോട്ടെടുപ്പ് സ്വാഭാവികമായിട്ടും 207 പേർ അനുമതി അല്ലെങ്കിൽ ബില്ല് അവതരണത്തിന് അനുമതി വേണമെന്ന് ആവശ്യപ്പെട്ട് വോട്ട് ചെയ്യുകയും 126 പേർ വേണ്ട എന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ബില്ല് അവതരിപ്പിച്ചത്. എന്തായാലും ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് ബില്ല് അവതരിപ്പിച്ചതിന് ശേഷം. എത്ര മണിക്കൂർ വേണമെങ്കിലും ഈ ബില്ല് അവതരണമായി മുന്നോട്ട് പോകാമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയാണ്. നാളെ 4 മണിക്ക് തന്നെ ഇത് ബില്ല് അവതരണ ചർച്ച പൂർത്തിയായതിനു ശേഷം നാളെ 4 മണിക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വോട്ടെടുപ്പ് നടക്കും. ഈ ഒരു വിഷയത്തിൽ രാഹുൽ യാതൊരുവിധ ഒരു അക്ഷരവും ഇതുവരെ മിണ്ടിയിട്ടില്ല. പ്രധാനമായും ഇനി പ്രധാനമന്ത്രി എന്തായിരിക്കാം ഈ ഒരു സഭ സമ്മേളിക്കുമ്പോൾ അല്ലെങ്കിൽ സഭയിൽ സംസാരിക്കുന്ന എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇനി ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിനുശേഷമായിരിക്കാം ചിലപ്പോൾ രാഹുൽ ഗാന്ധി സംസാരിക്കാൻ സാധ്യത. എന്നിരുന്നാലും ഇതുവരെയും ഇത്രയും വലിയൊരു ബില്ല് അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോൾ രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഒരു അക്ഷരം പോലും ഇതുവരെ മിണ്ടാത്തത് വളരെയധികം വിമർശനങ്ങൾക്ക് അല്ലെങ്കിൽ വളരെയധികം ഒരു ആക്ഷേപത്തിനും ഈ ഒരു വഴി വെച്ചിരിക്കുകയാണ് രോഹിണി. വളരെ നിർണായകമായ ബില്ലുകളാണല്ലോ ദിലീപ് ഇന്ന് പാർലമെന്റിന് മുൻപാകെ ചർച്ച ചെയ്യുന്നത്. ഒന്ന്, വനിതാ സംവരണവുമായി ബന്ധപ്പെട്ടത്. 2, മണ്ഡല പുനർനിർണയം. ഇവ രണ്ടും പരസ്പര പൂരകങ്ങളാണ് എന്ന് തന്നെയല്ലേ പറയേണ്ടിയിരിക്കുന്നത്. കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഘടനയെ തന്നെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന വളരെ ചരിത്രപരമായ സുപ്രധാന ബില്ലുകളല്ലേ രണ്ടും. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദിവസത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് സ്ത്രീ സംവരണ ബില്ലെന്ന് പറയുന്നത് ഈ സ്ത്രീ സംവരണ ബില്ല് നടപ്പിലാക്കുന്നതോടെ സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം പാർലമെന്റിലേക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സ്ത്രീ സംവരണം എന്ന് പറയുന്നത് ഈ ഒരു ബില്ല് അവതരിപ്പിച്ചപ്പോൾ അർജുൻ റാം പറഞ്ഞതുപോലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെയും സ്വപ്നമായിരുന്നു പാർലമെന്റ് സ്ത്രീ പ്രാതിനിധ്യം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് ബില്ല് അവതരണത്തിൽ പോലും നിയമസഹമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ബില്ലിന്റെ ഒരു പിന്നിലെ ആശയം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെയാണ്. ഇതിൽ യാതൊരുവിധ രാഷ്ട്രീയ പ്രേരിതമോ അല്ലെങ്കിൽ രാഷ്ട്രീയ ബന്ധമോ ഇല്ല. ഇത് സ്ത്രീകളുടെ പ്രാതിനിധ്യത്തിന് വേണ്ടി മാത്രമാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത്. ഇതിൽ ആകെയുള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത് ഈ മണ്ഡല ഞാൻ നേരെ സൂചിപ്പിച്ച പോലെ തന്നെ മണ്ഡല പുനർനിയമനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ്. അത്
ആശങ്കകൾ ഇല്ലാതെ പരിഹരിക്കാമെന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോഴും ഈ പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നത് ഇത് ഇപ്പോൾ നടപ്പിലാക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ടും വെസ്റ്റ് ബംഗാളിലും തമിഴ്നാട്ടിലും ഇലക്ഷൻ നടക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്രയും അടിയന്തരമായിട്ട് സഭ സമ്മേളിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന വെറും ബാലിശമായ കാരണങ്ങളാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈ ഒരു ബില്ലെന്ന് പറയുന്നത് വളരെ സുപ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു ബില്ലായി തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. രോഹിണി.